ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് എൻജോയ് ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, ഈ ഇല കണ്ടോ, ഇതിൻ്റെ പേരാണ് റോസ്മെരി എന്ന്. ഇതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. റോസ്മെരിയിലെ വൈറ്റമിൻ B6, അയൺ, കാൽസ്യം, സോഡിയം, മഗ്നീഷ്യം ഇവയൊക്കെ ഉണ്ട്. ഇവ ദഹന പ്രക്രിയയെ സഹായിക്കുന്നുണ്ട്. അതേപോലെ റോസ്മെരി ഓയിൽ മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റോസ്മെരിയിൽ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ്. ഇപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള റോസ്മെരിയാണ്. നമുക്കിത് ഡ്രൈ ആയിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓരോന്ന് എല്ലാം അടർത്തി എടുത്തിട്ട് നമുക്ക് ഒരു ചെറുതായിട്ട് ചൂടാക്കിയ പാനിലോട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് പോലാക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അത് ഡ്രൈ ആക്കി എടുത്ത് നമുക്ക് ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ ചിക്കന്, മീൻ, സാലഡ്, സൂപ്പ് ഇവയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മണവും രുചിയും ഒക്കെ കൂടാനായിട്ട് നമ്മൾ ഇത് ചേർക്കാറുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന റോസ്മെരി 2 തണ്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുത്തതാണ്, എന്നിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ താഴെ ഉലുവയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് റോസ്മെരി തന്നെ ഇട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉലുവയുടെ 1/4 ടീസ്പൂൺ താഴെ ഉലുവയുടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം അങ്ങനെ തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് അതേപോലെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഇത് അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മണമെല്ലാം വെളിയിലോട്ട് വരും. അപ്പോൾ ആ മണമൊക്കെ ആ വെള്ളത്തിൽ തന്നെ കിട്ടാനായിട്ട് നമ്മൾ അടച്ച് തന്നെ വെച്ച് വേണം അത് തിളപ്പിക്കാനായിട്ട്. ഇപ്പം ഈ വെള്ളത്തിൻ്റെ നിറം ഒരു യെല്ലോ കളറിലോട്ട് വന്നിട്ടുണ്ട്. മുടിയിലെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ റോസ്മെരി വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂർ ഇങ്ങനെ തന്നെ അടച്ച് വെക്കുന്നുണ്ട്. 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഈ വെള്ളത്തിൻ്റെ നിറം കുറച്ചു ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റിയെടുത്തിട്ട് ഒരു കുപ്പിയിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് റോസ്മെരി വാട്ടർ തലമുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മുടി വാഷ് ചെയ്യാം. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് കോട്ടൺ എടുത്തിട്ട് കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടിയുടെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ മുടിയിലുണ്ടാകുന്ന അകാല നരയൊക്കെ മാറുന്നതിന് ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാറുന്നതിന് സഹായിക്കുന്നതാണ്. അതേപോലെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതിൽ ഫംഗൽ ഇൻഫെക്ഷന്, താരനൊക്കെ വരുമില്ല, അതൊക്കെ മാറി കിട്ടുന്നതിന് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതേപോലെ റോസ്മെരി ജസ്റ്റ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് നമ്മൾ അപ്ലൈ ചെയ്താലും മതി. അല്ലെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഞാനിപ്പം ഇവിടെ ഉലുവ ചേർത്തു, അതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലോട്ട് ഇട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുത്ത് വെള്ളം എടുത്ത് വെക്കാവുന്നതാണ്. അടുത്ത 2ാമത്തെ ടിപ്പ്, ഇവിടെ ഒരു അരിച്ചാക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല കട്ടിയുള്ള പുതപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ബ്ലാങ്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതെന്തിനാണെന്നല്ലേ, ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് മൂടി പുതച്ച് ഉറങ്ങാൻ പറ്റിയ നല്ലൊരു കിടില ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബ്ലാങ്കറ്റ് ഇതുപോലെ മടക്കി ആ ചാക്കയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അങ്ങനെ തളിച്ചു കൊടുത്ത് ആ പുതപ്പ് നന്നായിട്ട് നനച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റിൽ മുക്കി എടുത്ത് മടക്കി എടുത്താലും മതി. ഇനി ചാക്കിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ പുതപ്പ് നനയ്ക്കുമ്പോൾ ആദ്യം നിന്നുള്ള വെള്ളം വെളിയിലോട്ട് പോകാതെ ഒലിച്ചിറങ്ങാതെ ഇരിക്കാനായിട്ടാണ്. ആ ചാക്കയിൽ തന്നെ ആ വെള്ളം നിന്നോളും. എന്നിട്ട് ഫാൻ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ റൂം നല്ല കൂളായിട്ട് തന്നെ നിലനിർത്താൻ പറ്റും. അതേപോലെ പകൽ സമയത്ത് ജനലും ഡോറും ഒക്കെ അടച്ചിടണം, അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ചൂട് അകത്തോട്ട് കയറും. ഇപ്പം ജനലാണെങ്കിൽ ഗ്ലാസ് ആയിരിക്കും, ഗ്ലാസ് പെട്ടെന്ന് ചൂടാകുന്നതാണ്. അപ്പോൾ അവിടുന്ന് ചൂട് അകത്തോട്ട് കയറും. അപ്പോൾ അകത്തോട്ട് കയറുന്നത് തടയാനായിട്ട് നമ്മൾ വിൻഡോ അടച്ചിടണം. അതേപോലെ തന്നെ വിൻഡോയ്ക്കൊക്കെ നല്ല കട്ടിയുള്ള കർട്ടനും കൊടുക്കണം. അപ്പോൾ അകത്തോട്ട് കയറുന്ന ആ ചൂട് കുറഞ്ഞ് കിട്ടും. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ
നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.